ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റിയായ ഈ വിഭവം ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയുമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഈ ഒരു റെസിപ്പി ആദ്യമായിട്ട് മൈനാസ് വേൾഡാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു സൂപ്പർ വിഭവമാണ്. ദേ ഒരു മുട്ടയും പപ്പടവും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വിഭവം ഇവിടെ റെഡിയായി. ഒരു മുട്ട എടുത്തിട്ട് അതൊരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചൊഴിക്കണം. ശ്രദ്ധിക്കേണ്ടത്, മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോവാതെ വേണം നമ്മൾ പൊട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരു പപ്പടം, ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ എണ്ണ ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. പപ്പടം നമ്മൾ കയ്യിലെടുത്തിട്ട് കോണാക്കി എടുക്കണം. ദേ ഇങ്ങനെ ഒന്ന് മടക്കി ഒരു കോണ് പോലെ ആക്കിയെടുക്കണം. ഇതിലേക്കാണ് നമ്മൾ പൊട്ടിച്ച് വച്ചിരിക്കുന്ന മുട്ട ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരുപാട് എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മതി. ഈ മുട്ട നമ്മൾ ദേ പപ്പടത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ടിതിനെ സാവധാനം എണ്ണയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതാ ഇങ്ങനെ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു സ്പൂണ് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ മുട്ട നന്നായിട്ട് വെന്ത് വരാനായിട്ടാണ്. ഇതിപ്പോൾ ഇതിൻ്റെ അടിവശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്നെ ഒന്ന് തിരിച്ചുകൂടി ഇടണം. ഇത് ഇങ്ങനെ ഒന്ന് തിരിച്ചിടണം. തിരിച്ചുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടയുടെ മറുവശവും വെന്ത് കിട്ടും. ഇതിപ്പം നമ്മൾ വീണ്ടും നേരെയാക്കി ഇതേ നമ്മുടെ പപ്പട മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കുറച്ച് കാര്യം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പട മുട്ട റെഡിയായി. നമ്മൾ കോരിയെടുക്കുകയാണ്. കോരിയെടുത്തത് ഒരു പാത്രത്തിലേക്ക് വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പപ്പട മുട്ട. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം കുരുമുളകും വളരെ കുറച്ച് സാൾട്ടും ഉപ്പും ഒന്ന് വിതറി കൊടുക്കുന്നത്. നമ്മുടെ പപ്പട മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പടത്തിനും ഉപ്പുണ്ട്, അതുകൊണ്ട് തോനെ ഉപ്പിട്ട് കൊടുക്കൽ, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാവൂ. നല്ലൊരു ടേസ്റ്റാണ് ഈ പപ്പടമുട്ട കഴിക്കാനായിട്ട്. ഞങ്ങൾ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കും. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നിങ്ങളതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കും. ഇത് എൻ്റെ അമ്മയുടെ സ്വന്തം റെസിപ്പിയാണ്. അമ്മയാണ് എനിക്കിത് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. ചെറുതിലേ ഞങ്ങൾക്കിത് ഉണ്ടാക്കി തരാറുണ്ട്. ഞങ്ങൾക്കിത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ബാച്ചിലേഴ്സ് വിഭവം എന്നൊക്കെ ഇതിന് പറയാം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. ബായ്.